ചക്രവർത്തി രാജഭരണം നിർത്തി കാട്ടിലേക്ക് പോകാം 4ാമത്തെ ആശ്രമത്തിൽ എന്ന് പറഞ്ഞ് പോയപ്പോൾ അർച്ചിസും കൂടെ പോയി. രാജധാനിയിൽ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്ന അവർ അന്ന് ശരീരത്തിന് ഭക്ഷണം ധാരാളം കിട്ടും, പരിചരിക്കാനായിട്ട് സേവികമാരുമുണ്ട്. കാട്ടിൽ ചെന്നപ്പോൾ അവർ മാത്രമേ ഉള്ളൂ. പക്ഷേ ഭർത്താവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. ആ നോക്കുന്ന സമയത്ത് നല്ല ക്ഷീണവും വിഷമവും വരുമത്രേ. ഈ ശ്ലോകം നിങ്ങളെല്ലാവരും എഴുതി വെച്ച് പഠിക്കേണ്ടതാണ്. അതീവ ഭർതൃ വ്രതധർമ്മനിഷ്ഠയാ ശുശ്രൂഷയാ ചാർഷദേഹയാത്രയാ നാവിന്ദതാർത്തിം പരികർഷിതാപി സാ പ്രേയസ്കരസ്പർശന മാനനിർവൃതി. നല്ല കഷ്ടപ്പാടായിരുന്നു. ശരീരത്തിന് ശക്തിയില്ല, തൊലിയൊക്കെ ചുളിഞ്ഞു, എല്ല് മാത്രമേ ഉള്ളൂ, സ്പീഡിൽ നടത്താൻ പറ്റില്ല, കുമ്പിടാനും വിഷമം. അങ്ങനെയൊക്കെ ആണെങ്കിലും ആ പതിശുശ്രൂഷ കുറയ്ക്കാതെ അവർ പോകുന്നു അത്രേ. അതിൻ്റെ ഉള്ളിൽ അവരെ താങ്ങി നിർത്തിയത് എനിക്കിതാണ് നിങ്ങളോട് പറയാനുള്ളത്. പ്രേയസ്കരസ്പർശനമാന നിർവൃതി. ഇടയ്ക്ക് ആര് പൃഥുചക്രവർത്തി ചോദിക്കുക അത്രേ, എങ്ങനെ ഇരിക്കണു, നിനക്ക് വല്ലാത്ത വിഷമാണ് അല്ലേ? ഞാൻ കാട്ടിലേക്ക് വന്നു, എൻ്റെ കൂടെ വന്നത് വിഷമായോ? ഞാൻ വരണ്ടെന്ന് പറഞ്ഞില്ല, വരാനുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ട്. വന്നതിന് ശേഷം ശുശ്രൂഷിക്കാതെ ഇരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ നീ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുക, ഇങ്ങനെ രാവും പകലും എന്ന് പറഞ്ഞ മാതിരി ശുശ്രൂഷിക്കുന്നത് നിനക്ക് വലിയ വിഷമാണല്ലോ, ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് മുതുകുത്ത് കവിളത്തൊക്കെ ഒന്ന് തലോടുത്രേ. ആ തലോടൽ മാത്രം മതിയായിരുന്നു അവരുടെ ക്ഷീണം തീർക്കാൻ. ഇത് ഭർത്താക്കന്മാരായിരിക്കുന്ന നിങ്ങളെല്ലാവരും പിച്ചത്തരം വിട്ട് ഭാര്യയെ എങ്ങനെയാണ് താലോലിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കൂ കൂട്ടരെ. ഇതാണ് ശ്രീമദ് ഭാഗവതത്തിലെ തത്വമൂല്യ സിദ്ധാന്തങ്ങൾ എന്ന് പറഞ്ഞാൽ. കല്യാണം കഴിച്ചപ്പോൾ മാത്രമല്ല ഭാര്യാഭർത്താക്കന്മാർ, പുതുദമ്പതികൾ ഓരോ ദിവസം ചെല്ലുന്തോറും നിങ്ങളുടെ ദാമ്പത്യത്തിന് അളവും ആഴവും അഴകും കൂടിയാണ് വരിക. 80 വയസ്സായാലും 90 വയസ്സായാലും കല്യാണം കഴിച്ചവർ ദമ്പതികൾ തന്നെ. ആ ദാമ്പത്യം എന്നുള്ളതുണ്ടാവും. അതിൽ ചില കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിഞ്ഞു പോയി തെങ്ങിൻ്റെ പട്ട വീഴുമ്പോൾ തെങ്ങ് മേപ്പെട്ട് പോകുമ്പോൾ എല്ലാ പട്ടയും വീഴും. പട്ട വീണാണത് മേപ്പെട്ട് പോവുക. അതുമാതിരി നിങ്ങളും വളരുന്നതിൻ്റെ പേരിൽ ചില ചാപല്യങ്ങളോ ആവശ്യങ്ങളോ അതൊക്കെ അങ്ങോട്ട് കുറയുന്നേ ഉള്ളൂ. അപ്പോഴും ഭാര്യയും ഭർത്താവുമാണ്. നിങ്ങൾ തമ്മിലുള്ള ആ ദാമ്പത്യം എന്ന് പറയുന്ന ആ ഒരു ഐക്യത്തിന് എവിടെയാണ് അവിടെ കുറവ്? അപ്പോൾ ആ സമയത്ത് മുതുത്തൊന്ന് തട്ടിയൊന്ന് തലോടി എന്തെങ്കിലും നല്ല വാക്ക് 2 പറഞ്ഞു, അത് മാത്രം മതിയായിരുന്നു എന്നാണ് പറയും. നാവിന്ദതാർത്തിം പരികർഷിതാപിസാ. അങ്ങേയറ്റം ചടച്ച് ക്ഷീണമായി എന്നുണ്ടെങ്കിലും നാവിന്ദതാർത്തിം, ഒരു തരത്തിലുള്ള ക്ലേശമോ ദുഃഖമോ തോന്നിയില്ല. പ്രേയസ്കരസ്പർശന മാനനിർവൃതി. തൻ്റെ പ്രിയങ്കരനായിരിക്കുന്ന ഭർത്താവ് തപോധനൻ, ഇപ്പോൾ ഭർത്താവ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല വാസ്തവത്തിൽ. ആ തപോധനൻ്റെ വളരെ സ്നേഹത്തോടു കൂടിയ സ്നേഹമസൃതമായിരിക്കുന്ന കരസ്പർശനം കൊണ്ട് അവർക്ക് വേണ്ടത്ര നിർവൃതി ഉണ്ടായി അത്രേ. പൃഥുവിനുണ്ടായിരുന്ന നിർവൃതി സ്വയം സമ്പാദിച്ചതായിരിക്കണം. ഇവിടെയോ അർച്ചിസിന് തൻ്റെ ഭർത്താവിൻ്റെ പൃഥുചക്രവർത്തിയുടെ കരസ്പർശനം കൊണ്ട് കൂടുതലായിട്ടൊരു നിർവൃതി ഉണ്ടായി. അപ്പോൾ അവർക്ക് സുഖം കൂടുതൽ.